മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിയോഗിതരായ ആളുകളാണ് നമ്മൾ. ഒരു മഹല്ലിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ 5 പുരോഗതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാം, നാട്ടിലെ ആളുകൾക്ക് ഈമാനികമായ പുരോഗതി ഉണ്ടാവണം. രണ്ടാമത്, നാട്ടിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകണം. മൂന്നാമത്തേത്, അവരുടെ സമ്പത്തിന് പുരോഗതി ഉണ്ടായിരിക്കണം. നാലാമത്തേത്, അവരുടെ സ്വഭാവം പുരോഗതി ഉണ്ടായിരിക്കണം. അഞ്ചാമത്തേത്, അവരുടെ ശരീരത്തിനും അവരുടെ ബുദ്ധിക്കും പുരോഗതി ഉണ്ടായിരിക്കണം. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട പുരോഗതികളാണ്. അത് ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ്. ഏറ്റവും പുരോഗതി ഉണ്ടാകേണ്ടത് ഈമാനിനാണ്. അത് കഴിച്ചിട്ടാണ് രണ്ടാമത്തതാണ് ഇൽമിൻ്റെ പുരോഗതി, മൂന്നാമത്തതാണ് സ്വഭാവത്തിൻ്റെ പുരോഗതി, നാലാമത്തേത് സമ്പത്തിൻ്റെ പുരോഗതി, അഞ്ചാമത്തേത് ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും പുരോഗതി. ഇങ്ങനെ 5 പുരോഗതികളാണ്. നമ്മളെല്ലാവരും രക്ഷിതാക്കളാണെന്ന് വിചാരിക്കുക എങ്കിൽ മക്കളിൽ 5 കാര്യത്തിലാണ് നമ്മൾ രക്ഷ കൊടുക്കേണ്ടത്. ഒന്നുപോലെ ഈമാൻ രക്ഷിക്കണം, 2 അവരുടെ ഇൽമിനെ രക്ഷിക്കണം, 3 അവരുടെ സ്വഭാവത്തെ രക്ഷിക്കണം, 4 ശരീരത്തെയും ബുദ്ധിയെയും രക്ഷിക്കണം, പിന്നെ അവരുടെ മുതലിനെ സംരക്ഷിക്കണം. ഇങ്ങനെ 5 കാര്യങ്ങളാണ്. മഹലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പഞ്ചായത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അടുത്ത മഹലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മദ്രസയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എവിടെയാണെങ്കിലും ഈ 5 കാര്യങ്ങളിൽ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. എങ്ങനെയാണ് ഈ 5 കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുക? ഒന്ന്, ഈമാനിൽ പുരോഗതി ഉണ്ടാണെങ്കിൽ ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്ക് നൽകുകയും വേണം. അപ്പോഴാണ് ഈമാനിൻ്റെ പുരോഗതി ഉണ്ടാകുക. ഈമാൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഉംറക്കോയ ആൾക്കാർ ചിലപ്പോൾ ഇരിക്കണേലുണ്ടാവും. ജിദ്ദയിലാണ് ജോലി. വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇഹ്റാം ഡ്രസ്സ് എടുത്തുകൊണ്ട് നേരാണ് മക്കത്തേക്ക് കയറുക. ഉംറയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമാക്കും കൂടിങ്ങാണ്ട് മടങ്ങിപ്പോരുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ എല്ലാ വ്യാഴാഴ്ച ഉംറക്കൊന്നും പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഈമാൻ തൂക്കിയാലും മൂപ്പരത് തൂങ്ങുള്ളൂ, നമ്മൾ തൂങ്ങില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും ഇവിടെ ആണെങ്കിൽ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാർ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ഈമാൻ തൂക്കിയാൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാ തൂങ്ങുക. എന്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. ഇതാണ് ഈമാൻ എന്ന സാധനം. ഇത് റജബ് മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് ഉണ്ടായി. മിഅ്റാജിന്റെ മാസമാണ് റജബ്. ഒരു ദിവസം രാത്രി 7 ആകാശങ്ങൾ സന്ദർശിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്ന് രാവിലെ കഅബമക്ക് തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലാനത്തുല്ലാഹി അലൈഹി ആയ അബൂജാഹിൽ വന്നു. അബൂജാഹിൽ വന്നിട്ട് ചോദിച്ചു, എന്താ മുഹമ്മദ് എന്ന് പുതിയ വല്ല വർത്താനം ഉണ്ടോ? എൻ്റെ ഇരുത്തം കണ്ട എന്താ പല ഇരിക്കും പോലെ തോന്നുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. പുതിയ വിവരമുണ്ട്. എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ആദ്യം വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അർശും കുർസുമെല്ലാം കണ്ട് സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ എലന്തമരം കടന്ന് അള്ളാഹുവിനെ നേരിൽ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. പോയ വഴിയിലൂടെ മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാം നിസ്കാരം ചുരുക്കി വാങ്ങാൻ ആവശ്യപ്പെട്ട് ഞാൻ അങ്ങോട്ടന്നെ പോയി, ഇങ്ങോട്ടന്നെ വന്നു, പിന്നെയും പോയി 9 തവണ. എല്ലാം കഴിഞ്ഞ് പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് ഞാൻ
മസ്ജിദുൽ ഹറാമിൽ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി, വരിടാ വരി വരി വരി, എല്ലാവരും വരി, പുതിയ വഴിയുണ്ട്, പുതിയ വിവരമുണ്ട്, വിടൽസ് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, വരികയായിരുന്നു. എല്ലാവരും വിളിച്ചു. എല്ലാരും വിളിച്ചെഴുതിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്നാണ് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലാണ് പോയി തരപ്പം. എന്നിട്ട് അവിടെ ചെന്നാൾ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുന്ന് 7 ആകാശം കയറി റബ്ബിനെ കണ്ട് നേരിട്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടക്കപ്പായിൽ വന്ന് കിടന്നു എന്നാണ് അന്ന് രാവിലെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലേശം ദൂരം ഇങ്ങനെ നീന്നു. മൂപ്പര് വന്നിട്ട് ചോദിച്ചു, എന്ത് ചോദിച്ചു? കേട്ടില്ലേ ചോദിച്ചു. ഇല്ല കേട്ടിട്ടില്ല. അതിൽ സംഭവം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇതിൻ്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്. പ്രബുദ്ധരായ സദസ്സ് കമ്മിറ്റിക്കാരായതുകൊണ്ട് ഞാൻ വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പറയാം. ഇത് ഇതേമാതിരി ചിലപ്പം പുറത്തു പോയിട്ട് പ്രസംഗിക്കാൻ പറ്റൂല. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ എന്താ നമ്മൾ പറയാം? മനസ്സിലായി. എന്താ സിറാത്ത് പാലം? വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേർമയായതും 7 കയറ്റങ്ങളുള്ളതും 7 അറക്കങ്ങളുള്ളതും നരകത്തിന്റെ മുകളിലൂടെ ഇട്ടിട്ടുള്ളതും കോടാനക്കോടി മനുഷ്യന്മാർക്ക് നടക്കാനുള്ളതുമാണ് സിറാത്ത് പാലം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി എന്നാണ് നമ്മളെല്ലാവരും പറയാം. സത്യത്തിന് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവില്ല. അതിന് കുറെ കാരണങ്ങളുണ്ട്. മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചുള്ളതും. ഇതെങ്ങനെ മനസ്സിലാകുക? മുടിയേക്കാൾ നേർമയായതിന് വാളിനേക്കാൾ മൂർച്ച ഉണ്ടാവില്ലല്ലോ. മുടിക്കന്നെ ഉണ്ടാവില്ല, പിന്നെ അതിനേക്കാൾ നേർമയായതിന് എങ്ങനെ ഉണ്ടാവുക? സത്യത്തിൽ അത് നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിലായി എന്ന് പറയും. എന്തുകൊണ്ടെന്നറിയോ? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വാസമുള്ളതിനാൽ സിറാത്ത് പാലം മനസ്സിലായിട്ടുണ്ട്. ആ വിശ്വാസം പോയാൽ അതിൻ്റെ ഒപ്പം സിറാത്ത് പാലം പോകും. പിന്നെ എന്ത് കട്ടിട്ടും കാര്യമില്ല. ബർസഖിയായ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് മരണത്തിന്റെ വേദനയാണ്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ ബോധം നഷ്ടപ്പെടും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് കണ്ണ് ആദ്യമായി യാത്ര പറയും. കണ്ണ് യാത്ര പറഞ്ഞതോടുകൂടെ തന്നെ പകുതി ബോധം പോകും. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടല്ലോ, പകുതി ബോധം പോയിട്ടുണ്ടാവും. സംഗതി ഉച്ച നേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണ് പോയാൽ പിന്നെ പകുതി ബോധം പോയി, ബാക്കി പകുതി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് കണ്ണ് ആദ്യം യാത്ര പറയും. പിന്നെ ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ യാത്ര പറഞ്ഞതിനനുസരിച്ച് ബോധം നഷ്ടപ്പെടും മനുഷ്യന്. ആദ്യം ബോധമാണ് പോകുന്നത്. ഒരു സർജറി നടക്കുമ്പോൾ നമ്മൾ വേദന അറിയാതിരിക്കാൻ വേണ്ടി ബോധം കെടുത്തുകയാണ്. ബോധം കെട്ട മനുഷ്യന് പിന്നെ യഥാർത്ഥത്തിൽ വേദന ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ വേദന ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം പോയാൽ പിന്നെ മരണത്തിന് വേദന ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇതാണ് സംഗതി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തോടി. ഖബറിൽ ജീവിതമുണ്ട്. എൻ്റെ നാട്ടിലെ പള്ളി 300 വർഷം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ റോഡ് സൈഡിൽ പിന്നെ ഒരു അഭിപ്രായം വന്ന് കുറച്ച് പീഡിയ റൂം ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഖബറ് പൊളിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അങ്ങനെ എന്ത് തീരുമാനിച്ചു? നമ്മളൊന്ന് തുറന്നു നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊളിക്കണ്ട, ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആണ് പൊളിക്കുക. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഖബറിൽ ജീവിതം ഉണ്ട്. ഖബറിൽ ജീവിതം ഉണ്ട് എന്ന് മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ചില ഖബറ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളെ ഈമാന്. പക്ഷെ ഇന്ന് ഒരാരും അത് കണ്ടിട്ടില്ല. പക്ഷെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വാസമുള്ളതിനാൽ. അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മഹല്ലേർക്ക് എത്ര കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. ഇത് നമ്മളെ മക്കൾക്ക് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം മക്കളിൽ ഈമാൻ ഉണ്ടാവും. നമ്മുടെ പഴമക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കൽ റബീഉൽ അവ്വൽ 12-നാണ്. ചെറിയൊരുനാളിനേക്കാൾ വലിയൊരുനാളിനേക്കാൾ ബദരീങ്ങളാണ്ടിനേക്കാൾ സ്വലാത്തിന്റെ വാർഷികത്തേക്കാൾ ശ്രോതാക്കളെ നേർച്ചയേക്കാൾ
എല്ലാറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിക്കണ്ട് കയറിയാലേ ഈമാൻ കയറുള്ളൂ. ഉറപ്പാണത്. ഇത് എത്രത്തോളം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഈമാൻ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഏതാളെ നമ്മൾ പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽബിൽ നിസാരമായ ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവൻ ഈമാൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈമാനിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ കൽബിലേക്ക് കൊടുക്കണം. ഈമാൻ നഷ്ടപ്പെടാൻ നബി തങ്ങളിൽ സംശയമുണ്ടായാലാണ്. പുതിയ തലമുറക്ക് ഉള്ള സംശയങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സംശയം നബി തങ്ങളെ കുറിച്ചായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വിവാദമൊക്കെ പരിശോധിച്ചാൽ ഒക്കെ നബിയായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം. ഒരിക്കൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടുവന്ന് കൊടുത്തു. അവൻ നബി തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര, ഇതാരും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഇല്ല, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ഇന്നങ്ങോട്ട് കാട്ടിക്കാരനാണ്ട് വാങ്ങി കുടിച്ചു എന്നാണ് പുതിയ വിവാദം. പടച്ചോനെ എന്തേലും ഉണ്ടായോ നാവ അല്ലാന്ന് തോന്നിയാ മതി. കൽബിലെ ഈമാന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അതിൻ്റെ ഒപ്പം പോകും. മറുപടി പിന്നെ അടുത്ത ബസ്സിൽ വരികയുള്ളൂ. അപ്പൊ ഇതിന് ഈമാൻ പോയിട്ടുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലവലേശം സംശയം വന്നാൽ ഈമാൻ പോയിരിക്കും. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം ഒരാൾ ഒരിക്കലും മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് അള്ളാഹുവിന്റെ റസൂലാണോ ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യാൻ അർഹൻ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കണം. ഇപ്പൊ നമ്മളെ എംപവർമെന്റ് കമ്മിറ്റി 2 പരിപാടി സംഘടിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒന്ന് മദ്രസ ഹാളിൽ ഒരു പരിപാടി, പിന്നൊന്ന് പള്ളിന്റെ മുറ്റത്ത് ഇതേമാതിരി ഒരു പരിപാടി. 2ലും വിഷയം അള്ളാഹിനെ പറ്റിയിട്ടാണ്. ഒന്നില് ഒരാൾ വയലറിയാണ് അള്ളാഹിനെ കുറിച്ച്, എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മദ്രസ ഹാളിൽ വയലറിയാണ് ഒരു മൗലവി അള്ളാഹുവിനെ കുറിച്ച്. എങ്ങനെ പറഞ്ഞത്? അള്ളാഹു തആലാക്ക് വാജിബായ സിഫത്തുകൾ 20, ജായിസായ സിഫത്തുകൾ 20, മുസ്തഹീലായ സിഫത്തുകൾ, വാജിബായ സിഫത്ത് 20, മുസ്തഹീലായ സിഫത്ത് 20, ജായിസായ സിഫത്ത് 1, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന 99. ഇങ്ങനെയൊക്കെയാണ് വയത് പറഞ്ഞത്. കറക്റ്റാണ്. പള്ളിന്റെ മുറ്റത്ത് വേറൊരാൾ അള്ളാഹിനെ പറ്റി വയത് പറയാണ്. അള്ളാഹു തആലാക്ക് വാജിബായ സിഫത്ത് 48, മുസ്തഹീലായ സിഫത്ത് 25, ജായിസായ സിഫത്ത് 8, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന 999 എന്നൊക്കെയാണ് വയത് പറയണത്. അതിൽ നമ്മൾ ആ മദ്രസയിൽ വയത് പറഞ്ഞ ആളോട് പോയിട്ട് ചോദിച്ചു, എടാ ചങ്ങായിയെ, ഏതാ അള്ളാഹിനെ പറ്റിയിട്ട് അപ്പച്ചി പറയണതെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞു, ഞാന് മറ്റേ ദുഷ്യന്തം പറഞ്ഞ അള്ളാഹിനെ പറ്റിയിട്ടാണ് പറഞ്ഞു. വാജിബ് 20, മുസ്തഹീൽ 20, ജായിസ് 1, അസ്മാഉൽ ഹുസ്ന 99. കറക്റ്റാണ്. പക്ഷെ പറഞ്ഞ അള്ള ഏതായിരുന്നു? ദുഷ്യന്തം പറഞ്ഞ അള്ള. പള്ളിന്റെ മുറ്റത്ത് വയത് പറഞ്ഞ മൗലവി വയത് പറഞ്ഞത് അള്ളാഹു തആലാക്ക് വാജിബായ സിഫത്ത് 48, മുസ്തഹീലായ സിഫത്ത് 25, ജായിസായത് 8, അള്ളാഹു തആലാക്ക് അസ്മാഉൽ ഹുസ്ന 999 എന്നൊക്കെ പറയണത്. വയത് തെറ്റിയിട്ടുണ്ട്. മൂപ്പരുടെ നമ്മൾ ചോദിച്ചു, നിങ്ങളിപ്പോ ഏത് അള്ളാഹിനെ പറ്റിയിട്ടപ്പോ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളെ വിശദീകരണം തെറ്റിയെങ്കിലും ഈമാൻ ശരിയാണ്. ആദ്യത്തെ ആളെ വിശദീകരണം ക്ലിയർ ആണെങ്കിലും ഈമാൻ തെറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായണ്ട ഞാൻ ഈ പറയണേ? വിശദീകരണം ശരിയായിട്ട് കാര്യമില്ല. പറയണത് മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് തന്നെയായിരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞത്.